ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധാ മേനോൻ ഒരു പനീർ പൊറാട്ട ഉണ്ടാക്കാനാണ് പുറപ്പെട്ടിരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പനീരാണ് വേണ്ടത്. ഏത് വിധം പനീരും നമുക്ക് എടുക്കാം. ഐഡിയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച പനീരാണെങ്കിലും നല്ലതാണ്, അല്ലെങ്കിൽ മിൽക്ക് മിസ്റ്റിൻ്റെ ഇപ്പോൾ കിട്ടുന്നുണ്ട്, അത് വെച്ചിട്ടും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിത് എന്തായാലും എനിക്കൊരു ആവശ്യത്തിന് ഒരു ഗസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഹെൽപ്പറും ഉണ്ട്, അവരാണ് എനിക്കിത് ഉണ്ടാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം സാധാരണ രീതിയിൽ ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴയ്ക്കും. 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് അതിലേക്ക് ഇളം ചുടുവെള്ളം ഒഴിച്ച് ഒരു 2 കപ്പിന് ഒരു കപ്പും പിന്നെ ഒരിത്തിരിയും ഉപയോഗിച്ചു വെള്ളം കേട്ടോ. എന്നിട്ട് ഒരു ലേശ എണ്ണ ഒഴിച്ചു, എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള റൈസ് ബ്രാൻ ഓയിൽ അത്രയും ഒഴിച്ചിരിക്കുന്നു. ഉപ്പ് ഇട്ടിട്ട് അത് നന്നായി കുഴച്ച് വെച്ചു. അപ്പോൾ അത് ഞാൻ കുഴയ്ക്കുന്നത് കാണിക്കുന്നില്ല. എല്ലാവർക്കും എങ്ങനെ ചപ്പാത്തി മാവ് കുഴയ്ക്കുക അതെല്ലാം അറിയാം. അപ്പോൾ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ പനീർ പൊറാട്ട എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നും കൂടി ഒന്ന് കാണിക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പനീർ പീസ്, ഞാനിത് വാങ്ങിയതാണ് ഉപയോഗിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ആ കൂടെയുള്ള ഹെൽപ്പറും ഞാൻ ആ പനീർ പാത്രത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് നല്ലോണം മല്ലിയില ഇട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ഇതൊരു 9 ഉരുളയാണല്ലോ ഉരുട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 9 എണ്ണം ഉണ്ടാക്കാൻ തക്കതായിട്ടുള്ള കുറച്ച് മല്ലിയില ഞാനെടുത്തു. എന്നിട്ട് അതെല്ലാം നന്നായി ചെറുതായി ചോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ പനീർ നന്നായി പൊടിക്കുക. നന്നായി പൊടിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് അത് നല്ലോണം പൊടിഞ്ഞു പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മളത് നമുക്കത് ഗ്രിപ്പ് കിട്ടില്ല ഉരുട്ടാൻ. നല്ലോണം ഇതിൽ വേറെ ഒന്നും മിക്സ് ചെയ്യുന്നില്ല, പനീർ മാത്രമേ ഉള്ളൂ. അല്ല, വേറെ മസാലകൾ ചേർക്കുന്നുണ്ട്, വേറെ റൈസ് പൗഡറോ മറ്റേ കടലമാവോ അങ്ങനെ യാതൊന്നും ചേർക്കുന്നില്ല. നന്നായി കൈ കൊണ്ട് പൊടിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് എല്ലാ മസാലകളും ഓരോന്നായിട്ട് ചേർക്കും. കൂടെ മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ചേർക്കണമെന്ന്, മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇതാ ഗരം മസാല, പിന്നെ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്, മല്ലിയില ചേർക്കുന്നുണ്ട്. ജീരകം നിങ്ങൾക്ക് ഹോളായിട്ടിടാം. ഞാനിതിൽ മാംഗോ പൗഡർ ചേർത്തിട്ടില്ല. ചിലവരിതിൽ മാംഗോ പൗഡറും ചേർക്കും. എനിക്ക് പുളിയുടെ വലിയൊരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഉപ്പ് ചേർക്കുക. ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നോക്കട്ടെ ഉപ്പ് മതിയോന്നൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ഉപ്പ് ഇതെല്ലാം കൈകൊണ്ട് നന്നായി തിരുമ്പി പിടിപ്പിച്ചിട്ട് നമ്മൾ ആ ഹോൾ പനീർ മിക്സ്ചറിൽ നല്ലോണം ഉപ്പ് പിടിക്കണം. ഇതിന് ശേഷം ഞാനതിന് ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി ഉപ്പ് പോരാന്ന്. എന്നാലും ഒന്നും കൂടി ഞാൻ സ്മാഷ് ചെയ്ത് നോക്കട്ടെ. അതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ പനീരിനെ പൊടിച്ച് മിക്സ് ചെയ്യുന്നത് ഒരു നല്ല പ്രോസസ്സാണ്. എന്നുവെച്ചാൽ അതിൽ കറക്റ്റായിട്ട് മസാലകൾ ചേരുന്നതും ഞാനത് വായിലിട്ട് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ഇത്തിരി ഉപ്പിട്ടു കേട്ടോ. കുറച്ച് ഉപ്പിട്ട ശേഷം ഞാനതിനെ ഓരോന്നായിട്ട് ഉരുള പിടിച്ച് എടുത്തു. ഇത് ഉരുള പിടിക്കുമ്പോൾ കുറച്ച് നല്ല വലിയൊരു ഉരുളയായിട്ട് തന്നെ പിടിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഈ 9 ഉരുളയാണ് ഞാൻ ചപ്പാത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് എനിക്ക് ഈ 2 മാവിൽ. അപ്പോൾ ഞാനതിന് ഇപ്പോൾ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ എല്ലാം നല്ലോണം എല്ലാ ഭാഗത്തും ആയ ശേഷം ഞാനിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിനെ ഓരോരോ ഉരുളയായിട്ട് ഉരുട്ടുക. ഉരുട്ടിയ ശേഷം ഒരു പ്ലേറ്റിൽ നമ്മളിതിനെ 9 ഉരുളയാക്കിയിട്ട് ഉരുട്ടി. ഇതാ നോക്കിക്കോളൂ, ആ ഉരുള എത്ര വലുപ്പമുണ്ടെന്ന്. ഒരു വലിയ നാരങ്ങയുടെ അത്രയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ ആ ഉരുള പിടിക്കൽ വളരെ ഗംഭീരമായിട്ടൊരു ഉരുളയാണ്. എന്താ വെച്ചാൽ നമ്മളത് പൊടിഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പനീരുണ്ടല്ലോ നന്നായി പൊടിക്കണം. ഓരോ പനീർ ചിലപ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും, ചിലത് നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ നമ്മളത് പ്രകാരം അതിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ട് വേണം അതിനെ ഉരുട്ടിയെടുക്കാൻ. പനീർ തനിയായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിൽ വേറെ പൊടികളൊന്നും ചേർക്കൊന്നും അരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വലുതായിട്ടുണ്ടാവില്ല.
ഇപ്പോൾ എനിക്കിപ്പോൾ 9 ഉരുള കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓരോ ചപ്പാത്തി എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിനെ സ്റ്റഫ് ചെയ്ത് നിറയ്ക്കുന്നതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ ഞാനിനി അതും ചെയ്ത് കഴിഞ്ഞു. അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഓരോ ഉരുള ചപ്പാത്തി മാവ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് കൈ കൊണ്ട് അതിനെ ഉരുട്ടിയെടുത്ത് ബാക്കി മാവ് അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ പരത്തുമ്പോൾ അത് വളരെ ഹാർഡായിട്ട് ഇങ്ങനെ പരത്തി എടുക്കരുത്. അപ്പോൾ അത് പൊട്ടിപ്പോവും, പുറത്തേക്കൊക്കെ വരും. ആ റോളിംഗ് പിൻ വെച്ചിട്ട് നമ്മളതിൽ മേലെ ആ ഉരുട്ടുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വളരെ ഒരു എന്താ പറയുക, ഒരു ഹാർഡ്നെസ് ഉപയോഗിക്കാണ്ട് ചെയ്യണം. അതിലാണ് അതിൻ്റെ ടെക്നിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി അതിൽ കൂടുതൽ ഇതിനെ പറഞ്ഞിട്ടൊന്നും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളിതിനെ നല്ലവണ്ണം ഇങ്ങനെ ഓരോ ചപ്പാത്തിയായിട്ട് പരത്തിയെടുത്ത ശേഷം സ്റ്റഫ് ചെയ്ത് എടുത്ത ശേഷം നമുക്കിനി അതിനെ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് നമുക്കതെന്താണ്ടോ ഇങ്ങനെ അതിനെ നമ്മൾ കൈ കൊണ്ട് ആക്കിയിട്ട്, ഞാനതാണ് ഒന്നും കൂടി സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ, അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത ശേഷം ബാക്കി മാവിനെ എടുത്ത ശേഷം കൈ കൊണ്ടൊന്നിങ്ങനെ നന്നായി പ്രസ് ചെയ്ത് മുകളിൽ ഇത്തിരി പൗഡർ ഇട്ടിട്ട് ചെയ്താൽ ഒരു സമയത്തും അത് പുറത്ത് വരില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ എങ്ങനെ പ്രഷർ കൊടുക്കണോ അതനുസരിച്ചിട്ടാണ് ഈ മാവ് നമ്മുടെ രീതിയിൽ വരുന്നത്. കണ്ടോ, അതിന് ചെറിയ ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിനി ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ കൂടുതലായി ഡിസ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ എല്ലാം ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുത്തു. ഈ പനീറിൻ്റെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മസാലകൾ, പൊടികൾ ചേർക്കാം. പുളി ഇഷ്ടമുള്ളവർക്ക് ജീരകം ഹോളായി ചേർക്കണം. അതൊക്കെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഇപ്പം ഞാനതിനെ എൻ്റെ ദോശക്കല്ല് വെച്ചിട്ട് നല്ലോണം നെയ്യ് ഒഴിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നെയ്യ് ഒഴിച്ച് ചെയ്യുമ്പോഴേ അതിന് ടേസ്റ്റ് ഉള്ളൂ. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ വേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്കിൾ ഉപയോഗിക്കാം. ഞാൻ ടൊമാറ്റോ തൊക്കുണ്ടാക്കിയിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് കഴിക്കാൻ പോണത്. അല്ലെങ്കിൽ നമുക്ക് നല്ല യോഗട്ടിൽ മുക്കി തിന്നാം, സാലഡാക്കിയിട്ട് തിന്നാം. നല്ല ചിക്കൻ ടിക്ക, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ ടിക്ക, ചിക്കൻ കറി ഇതൊക്കെ വെച്ചിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് സൈഡ് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പനീർ നല്ലതാണല്ലോ ദേഹത്തിന്, പ്രോട്ടീൻ റിച്ച് ആയിട്ട് എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് പനീർ. വെജിറ്റേറിയൻസ് പ്രത്യേകിച്ചും പനീറിനെ ആശ്രയിക്കുക. അപ്പോൾ ഇത് നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് പാനിൽ നെയ്യിടുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ സ്റ്റഫ് ചെയ്ത് പൊറോട്ട ഇടുക. എന്നിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായി ഫ്ലഫി ആയിട്ട് പ്രസ്സായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തത് ഇട്ടു, മൂന്നാമത്തതാണ് കേട്ടോ, അത് രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ ഇട്ടു. ഇങ്ങനെ ഓരോ ചപ്പാത്തി ഞാനിപ്പോൾ 9 എണ്ണം ഉണ്ടാക്കിയെടുത്തു. ആദ്യം ഒന്ന് ഇട്ട ശേഷം നെയ്യ് ഒഴിച്ചൊന്ന് തടവിയ ശേഷം നമ്മൾ ഈ പൊറോട്ട ഇടുക. എന്നിട്ട് അതിനെ ഒന്ന് മറിച്ചിടുക കേട്ടോ. അങ്ങനെ മറിച്ചിടുക. ഇനി നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഈ പനീർ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് അതിൽ നെയ്യ് തേക്കേണ്ട എന്നുള്ളവർക്ക് വെറും ഓയിലിടാം. പക്ഷെ ഇത്തിരിയെങ്കിലും ഏതെങ്കിലും ഒരു ബട്ടർ ഇടാം. ബട്ടർ ഇസ് ഓൾസോ വെരി ഗുഡ് ഓപ്ഷൻ. നെയ്യിടാം. കൂടാതെ എണ്ണയില മതിച്ച വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ഒക്കെ ഒഴിക്കാം. നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് ഈ പനീർ പൊറോട്ട കേട്ടോ. നമുക്ക് ഇത് രാത്രി ഡിന്നറിന് ഒന്നൊക്കെ ആയിട്ട് കഴിക്കാം. ഉച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. ചോറ് ഒരു നേരം ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഡിന്നറിന് ഇത് ഹെവിയായി തോന്നുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പനീർ പൊറോട്ട ഞാൻ ചെയ്യുന്നത് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ, ഇതാണ്ടോ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളതിനെ അമത്തി ഇങ്ങനെ ഒരുപാട് തീയിലിട്ട് ഡ്രൈ ആക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മറിച്ചിട്ടാൽ അത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അപ്പം ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. ബൈ.